ഹലോ, വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ കാലത്ത് തന്നെ എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത് തല കുളിച്ച് റെഡിയായി. നമ്മൾ ഇന്ന് കുറച്ച് ഗ്രോസറി വാങ്ങിക്കാൻ പോകാനുണ്ട്. പിന്നെ അവിടെ അടുത്തൊരു ദോശക്കട ഞങ്ങൾ പിന്നെയും കണ്ടുപിടിച്ച്. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് നമ്മൾ ഫർണിച്ചർ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. അതെത്തി. ഇന്ന് അതിൻ്റെ അൺപാക്കിങ് ചെയ്യണം, അസംബിൾ ചെയ്യണം. നമ്മൾ റെഡിയായി വേഗം ഇറങ്ങാം, അല്ലെങ്കിൽ ദോശക്കട അടച്ചു പോകും. അടച്ചു പോകാനല്ല, ദോശ കിട്ടൂലായിരിക്കും. നോക്കാം. ഇതാണത്. ഇത് മധുരമാണ്, ഇത് വേറെ സ്വീറ്റാണിത്. ആണ് അല്ല, ദോശ നല്ല സുഖം. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. ഗംഭീരമായ ദോശ കഴിച്ചു. അടിപൊളി ദോശയായിരുന്നു. വേറൊരു യുണീക്ക് എന്തോ ഒരു സംഭവം, എന്താ അറിയില്ല. സാധാ കഴിക്കുന്ന പോലത്തെ ദോശയല്ല. മസാലയിൽ വേറെ മസാലയൊന്നുമില്ല. ഉരുളക്കിഴങ്ങിന് ജസ്റ്റ് പുഴുങ്ങിയത്. പക്ഷേ ആദ്യം വായ വെച്ചപ്പോൾ എനിക്കെന്തോ ഒരു ഇതാണ് മസാല ദോശ എന്ന് തോന്നി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. അല്ലെങ്കിൽ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, പുതിയ വാങ്ങിയ ബാഗൊക്കെ ഇട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് എല്ലാ ഞായറാഴ്ച വന്ന് ദോശ കഴിക്കാം അല്ലേ. അവിടെ മെനുവിൽ നമുക്ക് പരിചയമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഫോട്ടോസൊക്കെ നോക്കി അതിലൊരു സാധനം പഡ്ഡു, PADDU, അത് കഴിക്കാൻ എനിക്ക് തോന്നി. എനിക്ക് തോന്നണത് അത് ആൾക്കാർ പോകുമ്പോൾ ഇപ്പോഴും ഞാൻ ഭയങ്കര കോൺഷ്യസാണ്. ഒരു ഉണ്ണിയപ്പം പോലൊക്കെ ഇരിക്കണത്. ഉമ്മ ഒരു ഇതുണ്ടാക്കും, ബൺദോശ. എനിക്ക് തോന്നുന്നു അതന്നെ സെയിം സാധനമായിരിക്കും, പക്ഷെ വേറൊരു ഷേപ്പിൽ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കഴിച്ചു നോക്കാം. പക്ഷെ ഇത് താഴെ മുട്ടോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണിയിലേക്ക് കിടക്കാം. ഈ വന്ന സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്യണം, വെക്കേണ്ട സ്ഥലത്തൊക്കെ വെക്കണം. ബാക്കിൽ കണ്ട നമ്മൾ പിന്നെയും തറയിൽ തന്നെ ആയി. അപ്പോൾ നമുക്ക് അൺപാക്ക് ചെയ്യാം. ഓക്കെ.
അത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോഴൊക്കെ കൊണ്ട് കറങ്ങിയിട്ട് സമയം 4:30 ഇപ്പോഴാണ് ഈ ചൂരൽ കസേര സോഫ സെറ്റ് മൊത്തം പൊടികളാണ്. നല്ല പൊടി ഉണ്ടായിരുന്നത്. വാക്യൂം ചെയ്തിട്ട് പറ്റിയില്ല. പിന്നെ ബ്രഷൊക്കെ വെച്ച് നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ അത് ക്ലീനാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ടേബിൾ, ഇതൊരു ഡൈനിങ് ടേബിളാണ്. ഇത് അസംബിൾ ചെയ്യുക. പിന്നെ ചെയറിൻ്റെ പാർട്സാണിത്. ഇതെല്ലാം ഐക്കിയെന്നാണ്. അത് ഉമ്മയും സുമയും ദുബായിലുണ്ടായിരുന്നപ്പോൾ വാങ്ങിയത്. അപ്പോൾ കാർഗോ വഴിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായ. അത് നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായില്ല. നാട്ടിൽ വന്നിട്ട് അത് അങ്ങനെ തന്നെ ഒരു ഗോഡൗണിൽ ഈ ഫേർണിച്ചറും അതൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇതില്ലേ ടേബിളിൻ്റെ 4 സൈഡും ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും ഈ ടേബിളിനൊരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിപ്പോൾ അസംബിൾ ചെയ്യാം തൽക്കാലത്തേക്ക്. ഇതും ചെയറൊക്കെ അസംബിൾ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു ഡൈനിങ് ടേബിൾ ആവശ്യത്തിന് വേണം. പിന്നെ മേക്ക് ഓവർ സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ടേബിളിന് എന്തൊക്കെയോ സാധനങ്ങൾ കാണാനില്ല. പക്ഷെ അത് അത്യാവശ്യമുള്ളതല്ലാന്നാണ് തോന്നണത്. എന്തോ റബ്ബർ പോലെ എനിക്ക് തോന്നുന്നു ഒരാതിരിക്കാൻ വേണ്ടി വല്ലതും ആയിരിക്കും. ഇവിടെ നല്ല വലിയ സപ്പോർട്ട് കിട്ടും, ഇത്ര വലിപ്പമുള്ള. അത് ഒരു പ്രാവശ്യം ഉമ്മ വന്നപ്പോൾ വാങ്ങിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കണ്ടപ്പോൾ അത് വാങ്ങി. അപ്പോൾ അത് പഴുത്തിരിപ്പുണ്ട്. കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ചിക്കു സപ്പോർട്ടാണ്, എല്ലാവർക്കും മനസ്സിലാവാൻ എനിക്കറിയില്ല. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി അവിടെ തൊലി വലിക്കുന്നു. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് എന്തോ ഒരു ലക്ഷറി പോലെ ടേബിളിലൊക്കെ ഇരിക്കുമ്പോൾ, ഞാനിപ്പോൾ ആ ടേബിളിലാണ് ഇരിക്കണം. എന്താ പറയുക, ഇരുന്ന് ഭക്ഷണം കഴിക്കാനും മറ്റേ നമ്മൾ സ്റ്റൂളിട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെയാണ് ഇരുന്നിരുന്നത്. ശരിക്കും ഒരു എന്തോ വലിയ എന്താ പറയുക, ശരിക്കും ലക്ഷറി ഒരു ഫീലിംഗാണ് വരുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങി ക്രിസ്മസിൻ്റെ വീഡിയോ എൻ്റെ ഒരു പ്ലാനിങ് അനുസരിച്ചിട്ടൊരു 3 ചിലപ്പോൾ ഒരു 4 വീഡിയോ വരും. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ചിലപ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആയിരിക്കും ഇടുക. അപ്പോൾ ക്രിസ്മസ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.